വിനീത് കുറെ നാളുകൾ ശേഷം സ്വന്തം ഭാഷയിൽ എന്ന് വെച്ചാൽ തലശ്ശേരിക്കാരനാണല്ലോ, ആ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് പോലെ. അപ്പൊ മാഷ് കാസർഗോഡ് നിന്ന് വരുന്നു, വിനീത് തലശ്ശേരി, പിന്നെ ഇതിനകത്ത് കുറെ കണ്ണൂരുകാരുണ്ട്, അങ്ങനെ അവിടെ ആ ഏരിയയിലുള്ളവരാണ് കൂടുതലും വരുന്നത്. അത്തരം ഒരു സ്ലാങ് ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ മാഷ് വേറെ ഭാഷയിൽ വന്ന് അഭിനയിക്കുക, അല്ലെങ്കിൽ വേറെ തിരുവനന്തപുരത്ത് വന്ന് അഭിനയിക്കുമ്പോൾ മാഷിന് അതിൽ നിന്നും മാറാൻ പറ്റാതെ തിരുവനന്തപുരം പെട്ടെന്ന് പിടിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും? അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, ഒന്നും ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല. അതിപ്പം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലനടയിലും ഒരു പ്രയാസമില്ലാണ്ട്, അത് നമ്മളെ കാസർഗോഡ് സ്ലാങ്ങേ അല്ലല്ലോ. അതെ അതെ അല്ല, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ തലശ്ശേരി, പാട്യം, അതുപോലെ ആ പ്രദേശത്തെല്ലാം ഉള്ളതാണ്. എന്തേനും അല്ലേ, ഇയ്യൻ്റെ അമ്മ ആ പാട്ടിൽ തന്നെ ഉണ്ടല്ലേ, ആ പാട്ടില് ആ അത് ശൈലജ ടീച്ചറിൽ എപ്പോഴും പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം ആ ഒരു പറഞ്ഞു പോകുന്നുണ്ട്. ഇയ്യൻ്റെ അമ്മ ആ ഒരു സാധനം വരുന്നുണ്ട്, അവരെല്ലാം സംസാരിക്കുമ്പോൾ വരുന്നുണ്ട്. മാഷിന്റെ കൂടെ പേരായിട്ട് അഭിനയിച്ച ചേച്ചി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹവും പിന്നെ കോറസ് കലാസമിതി മാണിയാട്ടിൻ്റെ നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ചത്. അതെ, ആ കോറസ് കലാസമിതി മാണിയാട്ടിൻ്റെ നാടകം സിന്ധു ശാന്തമായി ഒഴുകുന്നില്ല നാടകത്തിൽ നമ്മൾ മുമ്പും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാനമായിട്ട് കോറസിൻ്റെ നാടകത്തിലാണ് ഒന്നിച്ച്. ഇപ്പോഴും നാടകത്തിൽ അഭിനയത്തിന് പോകാറുണ്ട്. ഇപ്പം ഈ തിരക്കിലെ സമയത്ത് പോകാൻ പറ്റുന്നില്ല. ആ സിനിമ കോറസിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ പോയി അവതരിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പോലും ആ നാടകം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് രചിത മിനി രാധനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കിതിന് കിട്ടിയതില്ല. ഈ വീട്ടിൽ കുറേ സീനുകളുണ്ട് അല്ലേ? വീട്ടിൽ തന്നെയാണ് മിക്കവാറും കുറേയെല്ലാം സീൻ ഉണ്ടായത്. കുറേ സീനുകളുണ്ട്. ആ തറവാടിൽ കല്യാണം കഴിച്ചു വന്ന് നിൽക്കുന്ന മകളുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. പിന്നീട് ആ ഒരു കല്യാണ ആലോചനയ്ക്ക് പോകുമ്പോൾ ആ തറവാട്ടിലുണ്ടാകുന്ന കുറേ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒരു ആക്ഷൻ, കല്യാണ വീട്ടിലൊരു ആക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മാഷ് പോയിട്ട് കുറച്ച് ഡയലോഗും ഇടിയും വെക്കുന്ന ഒരു സാധനങ്ങളുണ്ട്. അതെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് പിന്നെ ഈ ജോലിസരോട് ചോദിക്കുന്നുണ്ട്, അതാ ഭയങ്കര സീനാണ്. ജോലിസരോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പറയാമല്ലേ, എല്ലാം കൂടെ പറഞ്ഞ അവസാനം ചവിട്ടിയിട്ടുള്ള സീൻ. അതെ, ആ ചവിട്ടിയിട്ട സീൻ എന്ന് പറയുന്നതിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല എനിക്ക്, ഈ ഒളിച്ചോടുന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല എനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടെത്തിയത് എനിക്ക് ഒളിച്ചോടുന്ന് കൂടെ കണ്ടെത്താൻ പറ്റണ്ടേ. അപ്പൊ എന്തൊരു ജോലിസ്, എന്ത് ജോലിസാന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റണ്ടിന്റെ രംഗങ്ങൾ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്? ഇടിക്കാൻ പോകുന്നുണ്ട്, പിന്നെ ഇവരെല്ലാം കൂടി പിടിക്കുന്നുണ്ടല്ലോ, പൂജയും അതുപോലെ തന്നെ കട്ടും എല്ലാവരും കൂടി എന്നെ പിടിച്ചു നീക്കുന്നുണ്ട്. അച്ഛൻ നന്നായി കളിക്കുന്നു, മാറി നിൽക്കുന്ന അറ്റാക്ക് വന്ന ആളാണ്, നിങ്ങൾ മാറി നിൽക്കുന്നു പറയുന്നുണ്ട്. ആ സീൻ എങ്ങനെ കൈകാര്യം ചെയ്ത്? ഒരു സ്റ്റണ്ടിലൊക്കെ വരുമോന്ന് വെച്ചാൽ മാഷേ അല്ല, ഈ സ്റ്റണ്ടിലേക്ക് പറഞ്ഞാൽ ഞാൻ പിന്നെ നമ്മളെ പഞ്ചവത്സരപദ്ധതിയിൽ ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, അന്ന് നല്ല അടി കിട്ടിയതാണ്. പഞ്ചവത്സര പദ്ധതിയിൽ സിജു വിൽസണായിട്ടുള്ള അടി നടന്നത്. അന്ന് അടി കിട്ടി, അടി കിട്ടി, ഇന്ന് അടി കൊടുത്തു. ഇടയ്ക്ക് ഒന്ന് മാറി നിൽക്കേണ്ട വന്നു. അതെ അതെ, മാറിയിട്ടുണ്ട്. ഒരു കുടുംബ സിനിമകളിലെ വിജയങ്ങൾ പല രീതിക്കായിരിക്കാം. കുടുംബ സിനിമകൾ പല രീതിക്കായി. ഇപ്പം മാഷ് തുടക്കത്തിൽ പറഞ്ഞില്ല, കുറേ നാളായി ഇങ്ങനെ ചിരിക്കാൻ, മനസ്സോട് ചിരിക്കാൻ സിനിമകളില്ലായിരുന്നു. നമ്മൾ കണ്ട സിനിമകളെല്ലാം മനസ്സോട് ചിരിക്കാൻ വളരെ ചുരുക്കം സിനിമകൾ. സീരിയസ് ആണ്, സീരിയസ് കുറ്റാന്വേഷണം അതുപോലെയുള്ള സിനിമകൾ സീരിയസ് അത് ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. 100%. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ വിജയമല്ലേ ഉണ്ണിമൂന്നിന്റെ സിനിമ. എല്ലാ സിനിമകളും ആസ്വദിക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. ഇത് വേറൊരു ടൈപ്പ് ആസ്വാദനം. പൊന്മാനാണെങ്കിലും വേറെ രീതിക്ക് അതും ആസ്വദിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ മനസ്സ് കുറേ ചിരിക്കാം, നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള സിനിമ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.